നമസ്കാരം. മങ്ങാട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. ഇന്ന് ഭരണി നക്ഷത്രത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങളാണ് ഇതിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഭരണി നക്ഷത്രത്തിൽ പിറന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കൂടെ ചിലപ്പോൾ ഭരണി നക്ഷത്രക്കാരുണ്ടാകും. അപ്പോൾ അവരുടെ ചില സവിശേഷതകൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒരേ നക്ഷത്രത്തിൽ പിറന്നാലും വ്യത്യസ്ത ജീവിതാനുഭവങ്ങളും അതുപോലെ വ്യത്യസ്ത സ്വഭാവവും ഒക്കെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതിന് കാരണം ഒരേ നക്ഷത്രക്കാരാണെങ്കിലും ജനിക്കുന്ന ദിവസം, അക്കം, തിഥി, കരണം തുടങ്ങി നിരവധി കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും. അതുപോലെ ജനനസമയത്തിന്റെ പ്രത്യേകതകളൊക്കെ അനുസരിച്ച് സ്വഭാവത്തിലും ജീവിതത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. എങ്കിലും ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവായിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളിലൂടെ വിലയിരുത്തുകയും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. ഒരു നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും ഒന്നിൽ കൂടുതൽ നക്ഷത്രങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. അത്യപൂർവം നക്ഷത്രങ്ങളാണ് ഒരു നക്ഷത്രമായിട്ട് മാത്രം പറയുന്നത്. അടുപ്പ് പോലെ കാണപ്പെടുന്ന 3 നക്ഷത്രത്തെയാണ് ഭരണി എന്ന് പറയുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം യമനാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത, അതായത് കാലനാണ്. പൊതുവിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചാൽ സുഖഭോഗങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നവരായിരിക്കും ഇവരെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ കുടുംബ സ്നേഹികളാണ്, അതായത് കുടുംബത്തെ വളരെയേറെ സംരക്ഷിക്കാൻ കഴിവുള്ളവരായിട്ട് ഇവരെ പറയുന്നു. മറ്റു രീതിയിൽ പറഞ്ഞാൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരായിട്ട് ഇവരെ കാണാം. പൊതുവിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് ശോഭിക്കാൻ സാധ്യതയുള്ള ചില രംഗങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അതിൽ ചികിത്സ, സംരക്ഷണം, നിയമം, വാഹനം, സ്പോർട്സ്, സംഗീത ഉപകരണങ്ങൾ, പ്രദർശനം തുടങ്ങിയ പല കാര്യങ്ങളിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയുമെന്ന് പറയാറുണ്ട്. സംഗീത കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഇവർ ഏർപ്പെടുമെങ്കിലും ജീവിതത്തിൽ അത്തരം കാര്യങ്ങളിൽ ശോഭിക്കാൻ പലപ്പോഴും ഇവർക്ക് കഴിയാതെ പോകാറുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പ്രകാരമുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്ത് കൃത്യമായ കാര്യങ്ങളോടുകൂടി മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഭരണി നക്ഷത്രക്കാർക്ക് കലാരംഗത്ത് ശോഭിക്കാൻ കഴിയും, സംശയമില്ല. എന്നാൽ പൊതുവായി ചിന്തിക്കുമ്പോൾ കലാപ്രേമിയാണെങ്കിലും ആ രംഗത്ത് ശോഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ജനനം ശുക്രദശയിലായിട്ടാണ് ഭരണി നക്ഷത്രക്കാർക്ക് വരുന്നത്. പിന്നീട് സൂര്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുർദശ, വ്യാഴദശ, ശനിദശ അങ്ങനെ മുന്നോട്ട് പോകും. ശനിദശയ്ക്ക് വളരെ വൈകി വരുന്ന കാലയളവിലാണ് കാണുന്നത്. എന്നാൽ രാഹുർദശ കാലമാണ് ഈ നക്ഷത്രക്കുറവർക്ക് കൂടുതലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാറുള്ളത്. അവരവരുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ സമയത്തുള്ള ദശാകാലം ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ ആ കാലങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ശുഭാശുഭ ഫലങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. പൊതുവായി ചിന്തിക്കുമ്പോൾ രാഹുർദശ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കാലയളവാണ്. സമയമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ പെരുമാറാൻ അറിയാമെങ്കിൽ ചില സമയത്ത് ഇവരുടെ സംസാരം പൗരുഷമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സത്യവാദത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിട്ടും വാക്സാമർഥ്യം കൊണ്ട് ആരെയും തോൽപ്പിക്കാൻ കഴിയുന്നവരുമായിട്ടാണ് ഭരണി നക്ഷത്രക്കാരെ കാണുന്നത്. അതുപോലെ ഭരണി നക്ഷത്രക്കാര് ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കാറുണ്ട്. എന്നാൽ സ്ത്രീ ജനങ്ങളിലേക്ക് വരുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ഇത്തരം കാര്യങ്ങളിൽ വലിയ പ്രാധാന്യമില്ല എങ്കിലും കുടുംബ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവരായിട്ട് ഭരണി നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളെ മനസ്സിലാക്കാം. ഇനി പൊതുവായിട്ട് പറയുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക്, പുരുഷന്മാർക്ക് വിവാഹം ചില സമയത്ത് വൈകി നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വളരെ പെട്ടെന്ന് വിവാഹം നടക്കുന്ന ഭരണി നക്ഷത്രക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കുടുംബജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു. ഒട്ടുമിക്ക ഭരണി നക്ഷത്രക്കാരും അവരവരുടെ ജാതകമൊക്കെ പരിശോധിച്ച് കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളെ പരിഹരിക്കാൻ പരിശ്രമിക്കാറുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും നോക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യാൻ ഈ നക്ഷത്രക്കുറുകാർക്ക് ഒരു മടിയുമില്ല. അതുപോലെ മറ്റുള്ളവരെ പഠിപ്പിക്കാനൊക്കെ വളരെ കഴിവുള്ളവരാണ് ഭരണി നക്ഷത്രക്കാര്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ പോലെ അവരവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഇവരുടെ കർമ്മം ഫലവത്തായി വരണമെന്നില്ല. അതുപോലെ ചില കാലങ്ങളിൽ ഇവർക്ക് ധനം ധാരാളമായി സമ്പാദിക്കാൻ കഴിയും. അതുപോലെ തന്നെ ധനം കയ്യിൽ നിന്ന് ധാരാളമായി നഷ്ടപ്പെട്ടു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാര് കഴിവതും ധനസമ്പാദനത്തിന് വളരെ പ്രാധാന്യം നൽകേണ്ടവരാണ്. ഒരുപാട് ആളുകളെ സഹായിച്ചാലും പേരുദോഷം ഉണ്ടാകാനുള്ള സാധ്യത നക്ഷത്രക്കുറുകാർക്ക് വളരെയേറെ കൂടുതലാണ്. അതുപോലെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കുമെങ്കിലും അത് സ്ഥായി ഭാവത്തിൽ നിൽക്കാത്തതായിട്ടും പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ശുഭകാര്യങ്ങൾ അവരിലേക്ക് വന്നു ഭവിച്ചാൽ അത് സ്ഥായിയായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നവരായി ഭരണി നക്ഷത്രക്കാരെ മനസ്സിലാക്കാം. മറ്റുള്ളവരെ പൂർണ്ണമായും വിശ്വസിക്കുകയും എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാനുമെങ്കിൽ നക്ഷത്രക്കുറുകാര് സന്നദ്ധരാണ്. അതുകൊണ്ട് ഒരുപാട് നന്മകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവാമെങ്കിലും ചില സമയത്ത് മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കുറുകാർക്കുണ്ട്. എന്നാലും പേരുദോഷം ഇതേ നക്ഷത്രക്കുറുകാരിലേക്ക് തന്നെയാണ് വരാനുള്ള സാധ്യത. ഒരു കാര്യത്തിലേക്ക് പ്രവേശിച്ചാൽ ആ കാര്യം പൂർണ്ണതപ്പെടുത്താനുള്ള കഴിവ് ഈ നക്ഷത്രക്കുറുകാർക്കുണ്ട്. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും മറ്റുള്ളവരെ കൈവിടിയാനോ അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനോ ഇവർ തയ്യാറാകുകയില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്രകാരം ചിന്തിക്കുമ്പോൾ എല്ലാവരും പിന്മാറുകയും ഏത് പ്രതിസന്ധിയും ഇവർ തന്നെ സ്വയം സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും ഒരുപക്ഷെ ഇവരുടെ തലയിലേക്കാണ് വന്നു ചേരുക. അതുകൊണ്ട് തന്നെ പേരുദോഷങ്ങൾക്ക് അത് കാരണമായി തീർന്നേക്കാം. എന്നാൽ വളരെയേറെ ഈശ്വരാധീനമുള്ളവരാണ് ഇവര്. അത് പ്രാർത്ഥന കൊണ്ടല്ല, മറിച്ച് ജന്മഗുണം കൊണ്ട് ഈശ്വരാധീനമുള്ളവരായിട്ട് ഇവരെ കാണുന്നു. നിഷ്കളങ്ക ഭാവമാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഏറ്റവും സന്തോഷം നിറഞ്ഞതും ശാന്തവുമായ ജീവിതമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. സൗമ്യമായ പെരുമാറ്റം ഇവരുടെ പ്രത്യേകതയാണ്. എന്നാൽ
പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് പെട്ടെന്ന് ദേഷ്യമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്ഷിപ്രകോപം പോലെ തന്നെ ക്ഷിപ്രപ്രസാദവും ഇവരുടെ പ്രത്യേകതയാണ്. ഭദ്രകാളി പ്രീതി ഈ നക്ഷത്രക്കുറുകാർക്ക് കൂടുതൽ നല്ലതാണ്. ഇവരുടെ നക്ഷത്രത്തിന്റെ ചില പ്രത്യേകതകൾ കൊണ്ട് ഇവരോട് ഏറ്റുമുട്ടുന്നവർക്ക് നാശം സംഭവിക്കാൻ വളരെ സാധ്യതയുണ്ട്. വലിയ പ്രതിസന്ധികളെ വളരെ എളുപ്പത്തിൽ ഇവർക്ക് തരണം ചെയ്യാൻ സാധിക്കുമെങ്കിലും വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾ ഇവരെ വളരെയേറെ വേദനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. സൗഹൃദങ്ങൾ സ്ഥായി ഭാവത്തിൽ നിലനിൽക്കാത്തതായിട്ട് കാണാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് കുടുംബ സ്നേഹികളായിട്ടാണ് ഇവരെ കാണുന്നത്. കുടുംബത്തോടൊപ്പം കൂടുതൽ ചേർന്ന് നിൽക്കുന്നവരായിട്ട് ഇവരെ മനസ്സിലാക്കാം. മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പ്രത്യേകം ശ്രമിക്കുന്നവരാണ് ഇവര്. എന്നാൽ കാരണങ്ങളില്ലാതെ തന്നെ ചില സമയത്ത് ഇവർക്ക് മാനസിക വിഷമങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. ഏത് കാര്യങ്ങൾക്ക് ന്യായം, നീതി എന്നിവയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരും ഏതിനും തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നവരുമായിട്ട് ഇവരെ കാണുന്നു. ഒരുപാട് ആളുകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നത അധികാര സ്ഥാനങ്ങളിലൊക്കെ സ്ഥാനം വഹിച്ച് മുന്നോട്ട് പോകാൻ ഈ നക്ഷത്രക്കുറുകാർക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്ത്രീകൾ പൊതുവെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരും ദേവഭക്തിയുള്ളവരും ഒക്കെയാണെന്ന് പറയാറുണ്ട്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഭക്തിയേക്കാൾ ഉപരിയായിട്ട് കർമ്മത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. മറ്റു രീതിയിൽ പറഞ്ഞാൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് ഇവരുടെ ജീവിതം പലപ്പോഴും എത്തിപ്പെടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഭവനത്തിന് സ്ഥിരത കുറവുള്ളവരായിട്ട് ചിലപ്പോഴെങ്കിലും ഇവരെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നിൽക്കുന്ന ഭവനത്തിൽ നിന്ന് മാറണമെന്നോ അല്ലെങ്കിൽ പുതിയൊരു ഭവനം എടുക്കണം എന്നുള്ള ചിന്തയും ഒക്കെ എപ്പോഴും ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയൊരു വീട് എടുത്താൽ പോലും ഭവനത്തിൽ സ്ഥായി ഭാവത്തിൽ നിൽക്കാൻ ഇവർക്ക് സാധിക്കാതെ വരികയോ ചില മനക്ലേശങ്ങൾ ഉണ്ടാവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. എങ്കിലും നിശ്ചയദാർഢ്യത്തോടുകൂടി പരിശ്രമിച്ച് ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിക്കാൻ കഴിയുന്നവരും വീടും കുടുംബജീവിതവും ഒക്കെ സന്തോഷകരമായിട്ടുണ്ടാകുന്ന ആളുകളുമായിട്ട് ഇവരെ മനസ്സിലാക്കാം. ഒന്നിൽ കൂടുതൽ സംരംഭങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വീടുകൾ എടുക്കാനൊക്കെ യോഗഭാഗ്യങ്ങളുള്ളവരാണ് ഭരണി നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സംരംഭത്തിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഒരു വീടെടുത്തിട്ട് അത് നഷ്ടപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്താലും പുതിയതായിട്ട് ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ജോലിയിൽ സ്ഥിരത കുറവുണ്ട് എങ്കിൽ പോലും നല്ല നല്ല ജോലിയിലേക്ക് എത്തിപ്പെടാനുള്ള യോഗം ഇവർക്കുണ്ട്. പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകാനുള്ള പ്രാർത്ഥന ചെയ്തു പോവുക. അതുപോലെ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ വിവാഹ ജീവിതത്തിൽ സന്തോഷപ്രദമായ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. ഭരണി നക്ഷത്രക്കാരായിരിക്കുന്ന ഒരാളെ സൗഹൃദത്തിൽ ലഭിക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലും അവര് നിങ്ങളെ കൈവിടിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുടുംബത്തെയും സൗഹൃദങ്ങളെയും ഒക്കെ അത്രത്തോളം മൂല്യത്തോടുകൂടി കാണുന്നവരാണ് ഇവര്. ഇനി ഇവിടെ പറയുന്നത് ഇവരുടെ ചില സവിശേഷ ഗുണങ്ങളെ കുറിച്ചാണ്. അതായത് ശുചിത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരായിരിക്കും. ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവരാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് സൗന്ദര്യ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യം നൽകുന്നവരായിട്ടും ഭരണി നക്ഷത്രക്കാരെ കാണാറുണ്ട് എന്നുള്ളതാണ്. അതായത് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കും. എന്നാൽ അതിലൊരു കാര്യമുള്ളത് ബാല്യകാലത്തിലും യുവത്വകാലത്തും ഒക്കെ വളരെയേറെ ശ്രദ്ധയോട് മുന്നോട്ട് പോയാലും യൗവനം കഴിയുന്നതോട് കൂടിയിട്ട് ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നതായിട്ട് കാണാറുണ്ട്. എങ്കിലും കർമ്മതലത്തിൽ ശോഭിക്കാൻ ഈ നക്ഷത്രക്കുറുകാർക്ക് കഴിയും. ദീർഘായുസോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും സമ്പൽ സമൃദ്ധിയോടുകൂടിയും ജീവിക്കാനുള്ള യോഗഭാഗ്യങ്ങളോടുകൂടിയാണ് ഭരണി നക്ഷത്രക്കാരുടെ ജന്മമെന്നാണ് പറയാറുള്ളത്. പൊതുവിൽ ശുക്രദശയിൽ ജനിക്കുന്ന ഈ നക്ഷത്രക്കുറുകാര് ജനിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്നും പറയാറുണ്ട്. അതായത് വളരെ സാമ്പത്തികം കുറഞ്ഞ അവസ്ഥയിൽ ജനിച്ചാൽ പോലും പിന്നീട് ഈ നക്ഷത്രക്കാരുള്ള സ്ഥലത്ത് തന്നെ ധനപുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇനി ഇവിടെ ഭരണി നക്ഷത്രക്കാർക്ക് ആരെയൊക്കെ പ്രാർത്ഥിക്കാമെന്ന് ചോദിക്കാറുണ്ട്. മഹാദേവ പ്രീതിയും വിഷ്ണു പ്രീതിയും ദേവി പ്രീതിയും ഒക്കെ നക്ഷത്രക്കുറുകാർക്ക് ഉചിതം തന്നെയാണ്. മഹാദേവന്റെയും ഭദ്രകാളിയുടെയും ഒക്കെ ഒരു അനുഗ്രഹം എപ്പോഴുമുള്ള നക്ഷത്രക്കാരായിട്ടാണ് ഭരണി നക്ഷത്രക്കാരെ കാണുന്നത്. ഭരണി നക്ഷത്രക്കാരിൽ വളരെ ധനികരും അതുപോലെ തന്നെ ധനം കുറഞ്ഞ ആളുകളും ഉണ്ടാകുമെങ്കിലും എത്ര ധനം കുറഞ്ഞവർക്കും സാമ്പത്തിക നില പിന്നീട് മെച്ചപ്പെട്ടു വരുന്നതായിട്ട് കാണാറുണ്ട്. അല്ലെങ്കിൽ മുന്നോട്ട് പോകും തോറും പല രീതിയിലുള്ള മാർഗങ്ങൾ ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. എന്നാൽ ഭരണി നക്ഷത്രക്കാരായിരിക്കുന്ന ആളുകൾ മധ്യവയസ്സോട് കൂടിയിട്ട് പല സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായിട്ടും അത് പൂർത്തീകരിക്കാൻ കഴിയാതെ ഇടയ്ക്ക് മുടങ്ങിപ്പോകുന്നതൊക്കെ ആയിട്ട് കാണാൻ കഴിയും. എന്നാൽ സ്ഥായി ഭാവത്തിൽ അവർക്ക് പിന്നീട് ചില ഫലങ്ങളിലേക്ക് അത് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇവർ പലപ്പോഴും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ജീവിത വിജയം കരസ്ഥമാക്കാൻ അവർക്ക് കഴിയും. മധ്യപ്രായം കഴിഞ്ഞാൽ പോലും ധനം ധാരാളമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നവരും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നവരും ഒക്കെ ആയിട്ടാണ് ഭരണി നക്ഷത്രക്കാരെ കാണുന്നത്. എന്തുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ ബുദ്ധികൂർമ്മതയുള്ളവരും സ്നേഹനിധികളുമായിട്ടുള്ള ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ ഇവരോട് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ഇതിലൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ആഡംബര ജീവിതമൊക്കെ ഇവർ ഇഷ്ടപ്പെടുമെങ്കിലും നഗരങ്ങളെക്കാൾ കൂടുതൽ ഗ്രാമങ്ങളെയാണ് ഇവർ ഇഷ്ടപ്പെടുക എന്ന് പറയാറുണ്ട്. അതുപോലെ പഴമകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പാരമ്പര്യത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമെങ്കിലും പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ചിലപ്പോൾ ഇവർക്ക് കഴിയാതെ പോകാറുണ്ട്. എങ്കിലും പഴമക്കാരുടെ രീതികളൊക്കെ മനസ്സിലാക്കാനും അതിലൂടെ മുന്നോട്ട് പോകാനൊക്കെ ഇവർ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാനുള്ള ചില യോഗഭാഗ്യങ്ങൾ ഇവർക്ക് ഉണ്ടാകും. അവരവരുടെ കഴിവിനേക്കാൾ ഉയർന്ന ആത്മവിശ്വാസം ഈ നക്ഷത്രക്കുറുകാർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഭരണി നക്ഷത്രക്കാരുടെ വിശേഷപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഭരണി നക്ഷത്രക്കാരുടെ കൃത്യമായിട്ടുള്ള ഫലങ്ങൾ അറിയാൻ അവരവരുടെ ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജാതകത്തിലെ ഗ്രഹനില പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.